അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. 1950 ജനുവരി 26 ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമുള്ള രാജ്യം. ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ പൗരാവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് താൽപര്യപ്പെടുന്ന ജനാധിപത്യ രാജ്യം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള അവകാശവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ചില ശക്തികൾ സമകാലിക പശ്ചാത്തലത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മറയാക്കി പൗരന്റെ ഈ അവകാശത്തിനുമേൽ കൈകടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത്തരം ശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. മതപരിവർത്തനം നിയമാനുസൃതവും സ്വാഭാവികവുമാവുമ്പോൾ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൽ മാത്രം എന്താ സ്വാഭാവികതയാണുള്ളത്? ചോദ്യം എന്റേതല്ല. പാരമ്പര്യ വിശ്വാസങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ സ്വീകരിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങളുടേതാണ്. അവരോരോരുത്തരും പ്രഖ്യാപിക്കുന്നു, എന്റെ വിശ്വാസം എന്റെ അവകാശമാണെന്ന്. യെസ്, മൈ ഫെയ്ത്ത്, മൈ റൈറ്റ്. ലെറ്റ്സ് ഹാവ് എ റിയൽ ടോക്ക് വിത്ത് them. I welcome all of you with the Islamic greetings. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയവർ കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ സ്ഥിരം ക്ഷണിതാവുമായ അഡ്വക്കേറ്റ് പി കെ ഇബ്രാഹിം, പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ അംഗവുമായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി, അന്തർദേശീയ തലത്തിൽ തന്നെ പ്രസിദ്ധനായ ഒപ്തോൾമോളജിസ്റ്റും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയുമായ ഡോക്ടർ മുഹമ്മദ് സാദിഖ്, 40 വർഷത്തോളം ക്രൈസ്തവ സന്യാസി ജീവിതം നയിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത സിസ്റ്റർ ആസിയ, 15 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിനുശേഷം സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മിസ്റ്റർ മുഹമ്മദ് ഈസ, അമിറ്റി പീസ് ഫൗണ്ടേഷന്റെ സ്ഥാപകൻ മിസ്റ്റർ സയ്യിദ് ഇബ്നു ജോർജ്. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഹൈന്ദവ മതത്തിൽ ജനിക്കുകയും പിന്നീട് ആ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും അതിനുശേഷം ഇസ്ലാം മതത്തിലേക്ക് 25 വർഷം മുമ്പ് കടന്നു വരികയും ഇപ്പോൾ സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മിസ്റ്റർ അബ്ദുസ്സലാം, 9 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിനുശേഷം നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായി മാറുകയും ചെയ്ത മിസ്റ്റർ സാജിദ്. കൂടാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ പ്രേക്ഷകരായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് വിവിധ മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന കുടുംബങ്ങളാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ മൗലവി, മതം മാറ്റം യഥാർത്ഥത്തിൽ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് ഇടവരുന്ന ഒരു കാര്യമായിരിക്കെ ഈ സന്ദേശം, ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടോ? ഇത് അനിവാര്യമാണോ? ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വരുമായിരുന്നു. അവർ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുമായിരുന്നു. കുറെ ആളുകൾ അംഗീകരിക്കും, കുറെ ആളുകൾ നിഷേധിക്കും. അവസാനം പ്രവാചകന്മാരുടെ പരിശ്രമത്തിന്റെ പൂർത്തീകരണമെന്നോണം ഈ ലോകം മുഴുവനും ഒന്നായ സന്ദർഭത്തിൽ, ഈ മാനവരാശി അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്ന സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയുണ്ടായി. പ്രവാചകന് 2 ദൗത്യമുണ്ടായിരുന്നു. ഒന്ന്, ഈ മഹത്തായ സന്ദേശം മാനവരാശിക്ക് എത്തിച്ചു കൊടുക്കൽ. മറുഭാഗത്ത് ഈ സന്ദേശം ലോകാവസാനം വരെയും നിലനിർത്താൻ പ്രബോധനം ചെയ്യാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കൽ. മഹാനായ പ്രവാചകൻ ഈ 2 കാര്യങ്ങളും പരിപൂർണമായി നിർവഹിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് സത്യത്തിന്റെ സന്ദേശം സമ്പൂർണമായി ജനങ്ങൾക്ക് സമർപ്പിച്ചു. മറുഭാഗത്ത് ജനങ്ങളെ അതിന് ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ പര്യാപ്തമായ നിലയിൽ വാർത്തെടുക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നു. സൂറത്ത് ആലി ഇമ്രാൻ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഴുവൻ മാനവരാശിക്കും നന്മ ചെയ്യാൻ വിധിക്കപ്പെട്ട് അയക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ബാധ്യത നല്ല കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. വതൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കണം. ധാരാളം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. മറുഭാഗത്ത് മഹാനായ പ്രവാചകനും ഈ കാര്യം സമുദായത്തെ ഉണർത്തുകയുണ്ടായി. മതം
മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവൻ ഉൾക്കൊണ്ട സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയായിരിക്കെ ഇന്ത്യൻ നിയമം അതിന് ആ മുസൽമാനെ അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനെ അതിനുവേണ്ടി അവന് അനുവാദം നൽകുന്നുണ്ടോ? ഇന്ത്യയുടെ ഭരണഘടനയോട് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ഭാരതം എന്താണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ കാണുന്നത്. ആ ആമുഖത്തിൽ പറയുന്ന ആ ഒരു മതനിരപേക്ഷ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ട മതസ്വാതന്ത്ര്യം, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള അതിൻ്റെ അവകാശം, അതെല്ലാം തന്നെ മറ്റു മൗലിക അവകാശങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഭരണഘടനയിൽ, ചാപ്റ്റർ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ മൗലിക അവകാശത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 25(1) പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രമസമാധാനവും ധാർമ്മികതയും ഹെൽത്തും പൊതു ആരോഗ്യത്തിനും വിധേയമായിക്കൊണ്ട് എല്ലാ പൗരനും ഏതു മതവിശ്വാസം ഉൾക്കൊള്ളാനും അത് സ്വൈര്യം പ്രചരിപ്പിക്കാനും അത് അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം വളരെ സുവ്യക്തമായിട്ട് തന്നിരിക്കുകയാണ്. അത് മൗലിക അവകാശമായി തന്നിരിക്കുകയാണ്. എന്നാൽ ഈ മൗലിക അവകാശമായി കൊടുത്തിരിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലീജിയന്റെ സെക്കുലർ ആസ്പെക്ട്സുകളിൽ ചില റെസ്ട്രിക്ഷൻസ് വഹിക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പബ്ലിക് മൊറാലിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു മതത്തിൽ ഒരു നടപടിക്രമം ഉണ്ടെങ്കിൽ അതിനെ നിർത്താൻ സർക്കാരിൻ്റെ അധികാരമുണ്ട്. ആർട്ടിക്കിൾ 18 പറയുന്നത് എല്ലാ പൗരന്മാർക്കും ഏതു മതം സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും ഉള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, going even across the border of India, that right is being recognized. അപ്പോൾ ഇത് മതപരമായ ഒരു കടമയാണ്. നിയമം അത് അനുവദിക്കുകയും ചെയ്യുന്നു. പ്രബോധനം എന്നത് നിയമം അനുവദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ മതസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലേക്കായി നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായി സയ്യിദ് ഇബ്നു ജോർജിന്റെ മകൻ സയ്യിദ്. ജോർജിന്റെ മകൻ എങ്ങനെ സയ്യിദായി? അസ്സലാമു അലൈക്കും. ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ബാംഗ്ലൂർ ഹയർ എഡ്യൂക്കേഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവിടെ ഞാനൊരു ബാച്ചിലർ ആയിരുന്നപ്പോൾ എനിക്കിങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ പേടിക്കുകയും അപ്പോൾ എനിക്കൊരു സ്പിരിച്വൽ ടച്ച് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബൈബിളെടുത്ത് പിന്നെയും വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ഈ ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്നെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അത് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നീ അതുപോലെ വിശ്വസിക്കണം, അതിനപ്പുറത്തോട്ട് നീ ചോദിക്കാൻ പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്. അല്ല, ന്യൂ ടെസ്റ്റ്മെന്റിൽ വളരെ ഒരു ഫാദർ സൺ ഹോളി സ്പിരിറ്റ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള ഫെയ്ത്ത് ആണ് അവിടെയുള്ളത്. അപ്പൊ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈസ, അതായത് നിങ്ങളുടെ ജീസസ് ഞങ്ങളുടെ ഖുറാനിലുണ്ട്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകന് ഞങ്ങളുടെ ഖുറാനിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമും ക്രിസ്തുമതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണെന്നും എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനും എല്ലാ അഡ്വർടൈസ്മെന്റിലും ചന്ദ്രനും സ്റ്റാറും ഒക്കെയാണ് കാണുന്നത്, പിന്നെ പച്ചക്കളറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ മതം അതായിരിക്കും. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയധികം സാമ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു, വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരൂ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടുപോയി. അപ്പൊ ആ പള്ളിയിലിരുന്ന ഒരു ഖുറാൻ, പുറത്തിരുന്ന ഒരു ഖുറാൻ ഞാൻ എടുത്ത് വായിക്കുകയും അതിന്റെ ആഴത്ത് യേശു പറഞ്ഞ കാര്യങ്ങൾ
ചാപ്റ്റർ 19 വേഴ്സ് 30, ചാപ്റ്റർ 5 116, അതൊക്കെ കൃത്യമായിട്ട് യേശു പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്താണ് യേശു അന്ന് എന്താണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം എന്റെ പള്ളിയിലെ അച്ഛൻ പറയാത്ത കാര്യത്തിന്റെ ഉത്തരം എനിക്ക് ഖുറാനാണ് തന്നത്. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ബൈബിളാണ് ഇസ്ലാം മതത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എന്റെ കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? എങ്ങനെയാണ്? ഇല്ല, എന്റെ കുടുംബം ഇസ്ലാം മതത്തിൽ ആരും സ്വീകരിച്ചിട്ടില്ല. ബന്ധം അവരുമായുള്ള ബന്ധം അതേ പഴയ രീതിയിലുള്ള ബന്ധമാണ്. ഒരുപക്ഷെ എന്റെ പിതാവിന് എന്നോട് ഏറ്റവും കൂടുതൽ ബഹുമാനമാണെന്ന്. എന്റെ പിതാവ് അസുഖമായി കഴിഞ്ഞ് അസുഖപ്പെട്ട് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ 15 ദിവസം എന്റെ പിതാവിന്റെ കൂടെ നിന്നത് ഞാനാണ്. കാരണം എന്റെ സഹോദരന്മാർ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ ഭാര്യയുമാണ്. എന്റെ ഭാര്യ ഞാൻ ജനിച്ച മുസ്ലിമാണ്. എന്റെ ഭാര്യയും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് 15 ദിവസം അദ്ദേഹത്തിനോട് നിന്ന് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ നോക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ടെങ്കിലും എന്റെ ഏറ്റവും നല്ല എന്റെ മതം പരമ്പരാഗത മതം വിട്ടെങ്കിലും നീയാണ് എന്റെ ഏറ്റവും പ്രിയപുത്രൻ എന്നോട് പറയുകയുണ്ടായി. മിസ്റ്റർ മുഹമ്മദ് ഈസ, സയ്യിദ് ഇബ്നു ജോർജിനെ പോലെ തന്നെ താങ്കളും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇന്ന് പ്രബോധനത്തിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതത്തിലെ പെന്തക്കോസ്ത് വിഭാഗത്തിലായിരുന്നു താങ്കൾ, അല്ലേ? ഓക്കെ. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ താങ്കളെ ആകർഷിച്ചത് എന്താണ്? ഇസ്ലാമിന്റെ എന്ത് ഘടകമാണ് താങ്കളെ ആകർഷിച്ചത്? ഏറ്റവും പ്രധാനവും ഏറ്റവും നിർണായകവുമായ കാര്യം, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സകല പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്തത് ഒരു ഏകദൈവ വിശ്വാസമാണ്. അഥവാ ആകാശഭൂമികളെ മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസമാണ്. എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ പോയാൽ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു തിന്മയായിട്ടാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളായി ഈ ബൈബിളിൽ കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഏകദൈവ വിശ്വാസമല്ല പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഒരു ഏക ദൈവ വിശ്വാസം എന്നൊരു വിശ്വാസമാണുള്ളത്. ഏക ദൈവ വിശ്വാസത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, സാധാരണ അവരുടെ സ്കോളേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു നിർവചനമുണ്ട്. ആളത്വം 3 ആണെങ്കിലും സാരാംശത്തിൽ 1 എന്നാണ് പറയുക, ഒരു നിർവചനം എന്നുള്ള നിലയിൽ പറയുക. അപ്പൊ ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധരിക്കുക 3 ഉണ്ടെങ്കിൽ 1 എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും 3 എന്തോ ഉണ്ട്, പക്ഷെ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കല്പമാണ് സാധാരണക്കാർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ക്രൈസ്തവർ പറയും ഞങ്ങൾ ഏക ദൈവ വിശ്വാസികളാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ, അവർ പറയുന്നത് അനാദികാലത്തിൽ ഒരു ദൈവത്തിന് ഒരു മകനുണ്ടായി, ആ മകനും പൂർണ്ണമായ ദൈവമാണ്. അപ്പോ ഒരു ദൈവം ഉണ്ട് ഓൾറെഡി, ആ ദൈവത്തിന് അനാദികാലത്തിൽ ഒരു മകനുണ്ടായി. രണ്ടാമത് പറയുന്നു, മകൻ അങ്ങനെ ജനിച്ചുവെങ്കിലും പിതാവിനെക്കാട്ടിൽ പ്രായക്കുറവില്ല മകന്. കാരണം എന്താ? ദൈവമായിരിക്കണമെങ്കിൽ നിത്യത വേണം, എന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി ഒരു ദൈവമല്ല, തികച്ചും 2 ദൈവം മിനിമം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു വളരെ കൃത്യമായിട്ട്. അങ്ങനെ ആ ഒരു ദൈവം ജനിച്ചു. സാധാരണ മനുഷ്യർ അങ്ങനെ പറയാറില്ല. ഒരു സെമിറ്റിക് മതത്തിന്റെ അഥവാ പ്രവാചകന്മാരുടെ നേരത്തെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹത്തിന്റെ